ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സിന്ധു ഗിരീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സിന്ധു ഗിരീഷ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. റൂമിലെ ഒരു കുട്ടി ആയിരിക്കും ചിലപ്പോൾ തുടക്കത്തിൽ പ്രശ്നക്കാരി അല്ലെ പ്രശ്നക്കാരൻ, അവസാനം ആകുമ്പോഴത്തേക്കും ആ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും 5 പേരും ഒരേപോലെ പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. ഒരു കുട്ടിയോട് നീ അങ്ങനെ വേണ്ട എന്ന് മറ്റു കുട്ടി പറഞ്ഞാൽ നീ ആരടാ, നീ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് ആ കുട്ടിയും കൂടി ഇതിലോട്ട് വലിച്ചൊഴിക്കുന്ന ഒത്തിരി കാഴ്ചകൾ ഞങ്ങളും സ്ഥിരം കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയാണ് ഞങ്ങളിവിടെ ഈ സെൻറ്റർ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾ ഈ ചെറിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുട്ടികൾ നന്നായിട്ട് വഴക്ക് പറയും, പേരൻസിനെ പറയും ഒക്കെ ചെയ്യുമ്പം പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകുന്നില്ല. ഞങ്ങളെ കുട്ടികൾ ഇതുവരെ +2 വരെ അല്ലെ ഡിഗ്രി വരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്നവരാണ്. പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ള ചോദ്യം. അപ്പം ഞങ്ങളൊക്കെ കുറേയൊക്കെ സൈലൻ്റായി ഇരിക്കുവാണ്. ഇവരെ പോലെ യൂണിഫോം ഇട്ട ആൾക്കാർക്ക് മാത്രമാണ് കുറേയും കൂടി ഇതൊക്കെ പറയാൻ യോഗ്യത. അപ്പം നിങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും ഇവർ 2 പേരും കൂടി കാസർഗോഡ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസർ CKV സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർ റീന വി തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വളരെ മോശം. അബ്കാരി ആക്ട് എന്ന് പറയുന്നത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാം അല്ലേ. ഈ അബ്കാരി ആക്ട് എന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ഉപയോഗം, വിപണനം, കടത്ത് തുടങ്ങിയ അവ കണ്ടുപിടിച്ച് അവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുന്ന ആക്ടാണ് അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. എന്താണ്? മദ്യത്തെ സംബന്ധിക്കുന്ന കേസുകൾ കൈകാര്യം, അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പെണ്ണെടുത്ത് എഴുതി അത് വൈകാട്ട് പഠിക്കാനൊന്നും വേണ്ട കേട്ടോ. അബ്കാരി ആക്ട് എന്ന് പറയുന്നത് മദ്യവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഈ അബ്കാരി ആക്ട് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ ഗിരീഷ് പാലക്കീൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.